അല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് സച്ചി തിരിച്ച് അമേരിക്കയിലോട്ട് പോവാ. അമ്മേ, സച്ചേട്ടൻ പറഞ്ഞിരുന്നതല്ലേ ഇനി പോകുന്നില്ലാന്ന്. അവന് ക്ലാസ് തുടങ്ങാറായി. പുതിയൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പോയേ പറ്റൂ. സച്ചേട്ടാ, അമ്മ പറയുന്നൊക്കെ സത്യാണോ? സച്ചേട്ടൻ ഞങ്ങളൊക്കെ വിട്ടു പോവാ? അതെ പാറു, ഞാൻ പോകുന്നതിന്റെ തലേന്ന് പറയാന്ന് കരുതി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി. സച്ചേട്ടാ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? പാറു, എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി. പിന്നെ ആ കോളേജ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ സച്ചേട്ടൻ ഇന്ന് പോവാല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ സങ്കടപ്പെടല്ലേ? പാറൂസേ, കരയല്ലേ? സച്ചേട്ടൻ പോണ്ട. കരയല്ലേ പാറൂസേ? 1 വർഷം കഴിഞ്ഞാ ഞാൻ വരത്തില്ലേ? 1 വർഷോ? 1 വർഷം വരെ സച്ചേട്ടൻ ഇങ്ങോട്ട് വരത്തില്ലേ? വരാൻ കഴിയത്തില്ല ദേവു. അവിടുത്തെ കോളേജൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. എനിക്ക് കുറച്ചുകൂടെ പേക്ക് ചെയ്യാനുണ്ട്. ഞാനത് ചെയ്തിട്ട് വരാവേ. പാറൂസേ, കരയല്ലേ? വാ, എന്നെ പേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യ്. ഇല്ല, സച്ചേട്ടൻ പോണ്ട. നീ അങ്ങനെ പറയല്ലേ. ഞാൻ ഇവിടെ കുറെ ദിവസം നിന്നില്ലേ. എന്തായാലും ഞാൻ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. ഇനി അതിന്റെ മുന്നേ ലീവ് കിട്ടുകയാണെങ്കിൽ എന്തായാലും വരും എന്റെ പാറൂസിനെ കാണാൻ. സത്യാണോ? പിന്നല്ലാതെ. നീ കരച്ചില് നിർത്ത്, എന്നാലേ ഞാൻ വരൂ. ദാറ്റ്സ് മൈ ഗേൾ. ഇനി വാ, എന്നെ പേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യ്. ശരി. അമ്മ മുടിയൊക്കെ ചീകി കഴിഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ വരാവേ. നീ ഇതെങ്ങോട്ടാ? ഞാൻ തുമ്പിയുടെ വീട്ടിൽ പോയി ഇപ്പൊ വരാം. ശരി, വേഗം വാ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ പോകും. അച്ഛൻ വരുമ്പോഴേക്കും റെഡി ആവണം. ശരി, ഞാൻ വേഗം വരാം. അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ. അവനും പോയല്ലേ പറ്റൂ. എനിക്കും നല്ല വിഷമമുണ്ട്. ഇതുവരെ എന്റെ സ്വന്തം മകനെ പോലെ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. സീതേ, നീ വിഷമിക്കല്ലേ. ഇല്ലമ്മേ, അവൻ പഠിച്ച് വേഗം ഇങ്ങോട്ട് തന്നെ വരും. നിനക്കറിയാലോ, അവന്റെ അമ്മയെക്കാളും ഇഷ്ടം നിന്നെയാ. ചെറുപ്പത്തിൽ കുറെ അവൻ ഇവിടെ തന്നെ അല്ലായിരുന്നോ? അത് തന്നെ അമ്മേ, പോകുമ്പോ എന്തോ പോലെ. അല്ല ദേവു, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്താ പറ്റിയേ പറ. തുമ്പി, അത് പിന്നെ ഞങ്ങളുടെ സച്ചിയേട്ടൻ തിരിച്ച് അമേരിക്കയിലോട്ട് തന്നെ പോവാ. ആഹാ, രണ്ടാമതും പറ്റിക്കാൻ ഇറങ്ങിയതാണോ? അല്ല അവിടേച്ചി, ഇത് സത്യ. സച്ചിയേട്ടന്റെ കോളേജ് തുറക്കാനായിട്ടുണ്ട്. ഞങ്ങള് ഇന്നാ അറിയുന്നേ. കുറച്ചു കഴിഞ്ഞാ പോവും. ഇനി 1 വർഷം കഴിഞ്ഞേ വരൂ. 1 വർഷോ? എന്നിട്ട് സച്ചി എന്തേ? സച്ചിയേട്ടന് കുറച്ചുകൂടെ പാക്ക് ചെയ്യാനുണ്ട്, അത് ചെയ്യാം. തുമ്പി, ഞാനിപ്പോ വരാവേ. 5:30 അമ്മേ ഫ്ലൈറ്റ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി അമ്മേ, ഇറങ്ങുമ്പോ വിളിക്കാം. സച്ചി. അവിടെയോ? സച്ചി, ദേവു പറഞ്ഞു നീ അമേരിക്കയിലോട്ട് തന്നെ തിരിച്ചു പോവാന്ന്. അതെ, ഇനി നിന്നെ ഞാൻ പറ്റിച്ച് സങ്കടപ്പെടുത്തില്ല. ഞാൻ പോവാ. ഓ, നീ അമേരിക്കയിലോട്ട് പോകുന്നേ എനിക്ക് സന്തോഷമാണെന്നാണ് നീ പറയുന്നേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. തനിക്കല്ലേ എന്നോട് ദേഷ്യം? എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. ഞാൻ പിണങ്ങിയിട്ടാണോ താൻ പോകുന്നേ? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ഒരിക്കലുമല്ല. എനിക്ക് ക്ലാസ് തുടങ്ങാൻ ടൈമായി. ഞാൻ എന്തായാലും തിരിച്ചു വരും. നീ കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ പൊക്കോട്ടെ. സച്ചി, നിനക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും സച്ചി. ഇത് വെറും വാക്കല്ല, ആവണി സച്ചിക്ക് തരുന്ന വാക്കാ. ഐ ലവ് യു സച്ചി. പാറു ഇങ്ങനെ സങ്കടപ്പെട്ട ഞാൻ എങ്ങനെ പോവും? ഒന്ന് ചിരിച്ചേ. ഇങ്ങനെയല്ല, നല്ലോണം ഒന്ന് ചിരിച്ചു തന്നെ. ഇപ്പൊ ഓക്കെ. സച്ചി, നീ അമേരിക്കയിലെ ലച്ചോന് പറ്റിയ വല്ല ചെക്കന്മാരുണ്ടോ നോക്കണ്ടി. ചേച്ചി. ബെസ്റ്റ്. ABCD അറിയാത്ത ലച്ചുവിനെ കൊണ്ടല്ലേ അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കുന്നേ. ഓ, നീ എന്നെ അത്ര പുച്ഛിക്കൊന്നും വേണ്ട. അത്യാവശ്യമൊക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ആന്റി, അപ്പൊ കണ്ടില്ലേ അവളെ ഉള്ളിലെ ആഗ്രഹം? ഇനി ഇങ്ങനെ വീട്ടിലിരുത്തേണ്ട, വേഗം കല്യാണം കഴിച്ചു വിട്ടേക്ക്. എത്ര കാലായി ഒരു കല്യാണൊക്കെ കൂടിയിട്ട്. ശരിയാ, ആലോചനകളൊക്കെ വരുന്നുണ്ട്. പഠിപ്പ് കഴിഞ്ഞല്ലോ, ജോലി ആയല്ലോ. അല്ല ചേച്ചി, സച്ചിക്ക് കൊടുത്തു വിടാൻ കുറച്ച് സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യണ്ടേ? വിഷയം മാറ്റാൻ നിന്നെ കഴിഞ്ഞിട്ടേ വേറെ ആരേ ഉള്ളൂ. സച്ചി, എന്നാ വേഗം റെഡി ആവാൻ നോക്ക്. ഫ്ലൈറ്റ് മിസ്സാവണ്ട. അല്ല, അമ്മ പോരുന്നില്ലേ എയർപോർട്ടിലേക്ക്? ഇല്ല, 1 മണിക്കൂർ യാത്രയില്ലേ. എനിക്ക് അതിൽ അങ്ങനെ ഇരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പോയി വാ. അമ്മയെ ഒറ്റക്കാക്കി ഞാനെങ്ങനെ പോവാ? ഓ, നിന്റെ പറച്ചില് കേട്ടാ തോന്നും ഞാൻ ചെറിയ കുഞ്ഞാന്ന്. വേഗം എല്ലാരും ഒരുങ്ങാൻ നോക്കി. അല്ല, നന്ദു എന്തേ? അവന് കളിക്കാൻ പോയിട്ടുണ്ടാവും. ദേവുനോട് അവനൊന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറയട്ടെ. ദേവു, ദേവു. എന്താ അമ്മേ? നീ പോയി നന്ദുനെ വിളിച്ചു കൊണ്ടുവാ. എനിക്കൊന്നും വയ്യ. അപ്പൊ എനിക്ക് മാറ്റണ്ടേ? അവനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നീ മാറ്റിക്കോ. ഇല്ല, എനിക്കൊന്നും വയ്യ. ദേവു, നിന്നോട് പറയുന്നേ, മര്യാദക്ക് പോയി നന്ദനെ വിളിച്ചു വാ. അമ്മ എല്ലാം എന്നെ ഏൽപ്പിക്കൂ. പാറുവിനോട് പറഞ്ഞൂടെ? അവള് ചെറിയ
ചേച്ചി എന്നാ ഞാൻ റെഡി ആവട്ടെ? ഇനി ഒന്നും എടുത്തു വെക്കാനൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ലച്ചു നീയും റെഡി ആവാൻ നോക്ക്. ശരി ചേച്ചി. അമ്മമ്മേ എന്നാ ഞാൻ ഇറങ്ങുവാണേ. ആ പോയി വാ മോനെ, അമ്മമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അമ്മേ എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആ ശരി. സച്ചി അവിടെ എത്തി ഉടൻ തന്നെ വിളിക്കണട്ടോ. അമ്മമ്മ പേടിക്കണ്ട, ഞാൻ എത്തി ഉടൻ തന്നെ വിളിച്ചോളാം. അല്ല സീതേ, നന്ദു പോരുന്നില്ല പറഞ്ഞിരുന്നോ? ആ അവന് ക്രിക്കറ്റ് കളിക്കാൻ പോയാ, ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ എല്ലാന്ന് പറഞ്ഞു. എന്നാ നമുക്ക് ഇറങ്ങാം, 5:30 ഫ്ലൈറ്റ്. ആ എന്നാ സൂക്ഷിച്ചു പോണേ. ആ ശരി അമ്മേ. നമ്മള് ഗൾഫിലെത്തി അച്ഛാ. ഗൾഫല്ല മോളെ, എയർപോർട്ടാണ്. ഓ അപ്പോ ഗൾഫിലല്ലേ അച്ഛാ എയർപോർട്ടുള്ളേ? ഓ ഒന്ന് മിണ്ടാ നിക്കണ്ടോ, ഇങ്ങനെ മണ്ടത്തരം പറയാതെ. നീ അവളെ കളിയാക്കൊന്നും വേണ്ട. അവളെ പ്രായത്തിൽ നീ എന്തൊക്കെയായിരുന്നു ചോദിച്ചേ? ആകാശത്താണോ ഗൾഫ് എന്തൊക്കെയായിരുന്നു ചോദിക്കാറ്? അയ്യേ ചേച്ചി ചമ്മിപ്പോയേ. ആ എന്നാ നിങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങിക്കോളൂ, ഞാൻ കാറ് പാർക്ക് ചെയ്ത് വരാം. അപ്പോ എല്ലാരും കൊണ്ട് ഞാൻ പോവുകയാണ്. ആന്റി, പാർക്കുട്ടി, ദേവു, ലച്ചു. ലച്ചു നീ വിഷമിക്കണ്ടോ, നിനക്ക് പറ്റിയൊരു ചെക്കൻ അമേരിക്കയിലുണ്ടോന്ന് നോക്കട്ടെ ഞാൻ. കൂടെ അവിടുന്ന് ഒന്ന് തന്നാലുണ്ടല്ലോ ഈ ചെക്കന്റെ ഒരു കാര്യം. പിന്നെ സച്ചി അവിടെ ചെന്ന് ഉടനെ തന്നെ വിളിക്കണേ. നിങ്ങളെല്ലാരും കൂടെ അവനെ ഇപ്പോ കരയിപ്പിക്കും. അവനെ സന്തോഷത്തോടെ യാത്ര അയക്കല്ലേ വേണ്ടേ? എന്നാ ശരി, ഇനി നിങ്ങളെല്ലാരും പൊക്കോളൂ. നിന്റെ ബോഡി പാസ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവൂ. ഓഹോ അങ്ങനെയാണോ? എന്നാ ശരി ആന്റി, എത്തിയിട്ട് ഉടൻ വിളിക്കേട്ടോ. ആ ശ്രദ്ധിക്കണേ. ആ അങ്കിൾ ബായ്. അയ്യോ ചേച്ചി അങ്ങോട്ട് നോക്ക്, പട്ടാളമാമൻ കയ്യിലൊരു വലിയ തോക്കും ഒരു പട്ടിയും ഉണ്ടല്ലോ കൂടെ. ആ അതെന്തിനാന്നറിയോ? അനുസരിക്കാത്ത കുട്ടികളെ ആ തോക്ക് കൊണ്ട് പട്ടാളമാമൻ വെടിവെക്കും. അത് മാത്രല്ല ആ പട്ടിയെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്യും. അയ്യോ ഓ ചേച്ചി കളവ് പറയാ. പാറുകുട്ടി ഒന്ന് പതുക്കെ സംസാരിക്കേ, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നേ. അമ്മേ ചേച്ചി പറയുന്ന കേട്ടോ, ആ പട്ടാളമാമന്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് എന്നെ വെടിവെക്കൂലോ. നിന്നെ വെക്കുന്നല്ലോ ഞാൻ പറഞ്ഞേ, വികൃതി കാണിക്കുന്ന കുട്ടികളെ വെക്കുന്നല്ലേ പറഞ്ഞേ. മിണ്ടാതിരുന്നോളണം രണ്ടും, എവിടെ പോയാലും തുടങ്ങും അവര്. ഓന്റെ സീതേ, നീ ഒന്ന് മിണ്ടാ നിക്ക്. ആ സച്ചിന്റെ മെസ്സേജ് ആണല്ലോ. സീതേ എന്നാ നമുക്ക് പോവാം, ബോഡി പാസ് കഴിഞ്ഞിട്ടുണ്ട്. അച്ഛാ അപ്പൊ നമ്മൾ വിമാനം കണ്ടില്ലല്ലോ. അത് ഇവിടുന്ന് കാണൂലോ മോളെ, അത് വേറെ സ്ഥലത്ത് പോണം. എനിക്ക് വിമാനം കാണണം, അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് മിഠായി വാങ്ങി തരണം. പാറുകുട്ടി നിനക്ക് കുറച്ച് വികൃതി കൂടുന്നുണ്ട് കേട്ടോ, പോകുന്ന വഴിക്ക് വാങ്ങിക്കുക, ഇവിടേക്ക് നല്ല വിലയായിരിക്കും. അമ്മ വെറുതെ പറയാ, എനിക്ക് ഇവിടുന്ന് തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ വരൂല. ഓ ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. പാറുകുട്ടി പറയുന്ന എണീക്കി. ഇല്ല മിഠായി വാങ്ങി തരാതെ ഞാൻ എണീക്കില്ല. എന്റെ ഈശ്വര, ആ ഡ്രസ്സിലൊക്കെ ഹൈക്കാവും. എണീക്കി. വാ ഞാൻ വാങ്ങിത്തരാം. അവിടെ നിക്ക്, ഇനി ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവില്ല. വീട്ടിലെത്തട്ടെ, നിന്റെ വികൃതി ഞാൻ മാറ്റി തരുന്നുണ്ട്. മുത്തശ്ശി ആ നിങ്ങൾ എത്തിയോ? അവൻ പോയോ മക്കളെ? ഫ്ലൈറ്റിന്റെ ടൈം ആവുന്നല്ലേ ഉള്ളൂ അമ്മേ, ബോഡി പാസ് കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞാ ഞങ്ങള് പോകുന്നത്. അമ്മേ ഞാൻ കളിക്കാൻ പോവാ. നിക്കടി അവിടെ, ഡ്രസ് മാറിയിട്ട് പോയാ മതി. പുതിയ ഡ്രസ്സാ, ചീത്തയാക്കാൻ നിക്കണ്ട. വേറെ ഡ്രസ് ഒന്നും ഇപ്പൊ അടുത്ത് വാങ്ങി തരൂല. അമ്മേ ഡ്രസ് മാറുമ്പോഴേക്കും ടൈം വൈകും, ഞാൻ അയക്കൊന്നും ആക്കത്തില്ല. നീ ആ ഡ്രസ് മാറ്റാതെ ഇവിടുന്ന് എങ്ങോട്ട് പോകത്തില്ല, നല്ല ഉടനോട് കിട്ടും. ഓ ഞാൻ ഡ്രസ് മാറ്റിട്ട് പോയിക്കോളാം. സീതേ, എന്താ കൃഷ്ണേട്ടാ? ദിവാകരേട്ടൻ വിളിച്ചിരുന്നു, നമ്മളെ ലച്ചുവിന് ഒരു ചെറുക്കനുണ്ടെന്ന് പറഞ്ഞു, മറ്റന്നാൾ കാണാൻ വരാന്ന് പറഞ്ഞ്. എന്താ ഞാൻ പറയണ്ടേ? ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കായിരുന്നു, ലച്ചുവിന്റെ കല്യാണം നോക്കണമെന്ന്. എന്തായാലും നീ അവളോണ്ടൊന്ന് സംസാരിക്കേ. ഞാൻ ആവണിയോടൊന്ന് പറഞ്ഞേൽപ്പിക്കാം, അവര് തമ്മിൽ നല്ല കൂട്ടല്ലേ. അത് ശരിയാ, നമ്മള് പറയുമ്പോ അവക്ക് മടിയായിരിക്കും. ആ എന്നാ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് അവിടെ വരെ ഒന്ന് പോയോക്കട്ടെ. ആ ശരി, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, ഞാൻ പോയിട്ട് വരാവേ. ശരി കൃഷ്ണേട്ടാ. ആവണി അമ്മ ഇല്ല ആവണി ഇവിടെ? ഇല്ല, അമ്മ പറമ്പിലോട്ട് പോയാ. തുമ്പി കളിക്കാൻ പോയിട്ടുണ്ടാവൂലേ? അതെ ആന്റി. ഹാ പാറക്കുട്ടിയും വന്ന പാടെ ഓടിയിട്ടുണ്ട്. അല്ല അപ്പൊ എയർപോർട്ടിൽ നിന്ന് എപ്പോഴാ എത്തിയേ? കുറച്ചായിട്ടേ ഉള്ളൂ, വന്ന പാടെ തന്നെ ഡ്രസ് മാറ്റി പാറക്കുട്ടി കളിക്കാൻ ഓടി. അല്ല ആന്റി ദേവു എന്തേ? അവളവിടെ ഉണ്ട്. ആവണി പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ. ഈശ്വരാ, ഇനി സച്ചിയുടെ വല്ലോ ആന്റി അറിഞ്ഞിട്ടുണ്ടാവോ? ആവണി നീ എന്താ ചിന്തിക്കുന്നേ? ഒന്നുമില്ല ആന്റി, എന്താ കാര്യം? അത് പിന്നെ ആന്റി വാ അകത്തേക്ക് ഇരിക്കുക. ടൈമില്ല ആവണി, ഒരുപാട് പണിയുണ്ട്, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നേ, അതാ പെട്ടെന്ന് തന്നെ വന്നേ. ലച്ചുവിന് ഒരു ആലോചന വന്നിട്ടുണ്ട്, ഞങ്ങളൊന്നും അവളോട് ചോദിച്ചിട്ടില്ല. നീ ഒന്ന് ചോദിച്ചു നോക്കണം. ഇനി അവളെ മനസ്സില് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞങ്ങൾ ചോദിച്ചാ ചിലപ്പോ പറഞ്ഞില്ലെന്നാവാം. നീയും ലച്ചും നല്ല കൂട്ടല്ലേ, നിന്നോട് അവൾ പറയാതിരിക്കില്ല. ഓ അതാണോ കാര്യം? അത് ഞാൻ ഏറ്റു ആന്റി, ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. എനിക്ക് ലച്ചു ചേച്ചിയെ ഒന്ന് കാണണം. ആ അതേതായാലും നന്നായി, അപ്പൊ നീ ഇതും കൂടെ ഒന്ന് ചോദിക്ക്. ആ ശരി. അല്ല ആന്റി കേറുന്നില്ലേ? ഇല്ല അവിടെ മോളെ, കുറെ പണിയുണ്ട്. ആ എന്നാ ഞാൻ വാതിലൊന്ന് അടച്ചോട്ടെ, ഞാനും പോരുന്നുണ്ട്. ആ എന്നാ വാ. ലച്ചേച്ചി ആ ഇതാര്? ആവണിയോ? അല്ല എന്താ പണി? അത് പിന്നെടാ
കുറച്ച് ഡ്രസ് ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ, അത് ചെയ്യായിരുന്നേ. വാ ഇവിടെ ഇരിക്കി. ആവണേച്ചി, സച്ചി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓ, അപ്പൊ അതാണല്ലേ കാര്യം. അല്ലാതെ എന്നെ കാണാൻ വന്നതൊന്നല്ല തമ്പുരാട്ടി. ചേച്ചിയെ കാണാനൂടെയാ ഞാൻ വന്നത്. അവൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇപ്പോഴേ സമാധാനായേ. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? പറയാനുണ്ടോ? പിന്നൊരു കാര്യം പറയാനുണ്ട്. എന്താടി? ചേച്ചിന്റെ ഏട്ടത്തിയമ്മ വന്നിരുന്നു. എന്നെ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? ചേച്ചിക്ക് എന്നോട് നേരിട്ട് ചോദിച്ചാ പോരെ? കാര്യം എന്താണെന്ന് വെച്ചാ കല്യാണക്കാരൻ തന്നെ. ഒരു കൂട്ടര് നാളെ കാണാൻ വരുന്നുണ്ട്. ചേച്ചി ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് കല്യാണം വേണ്ടാന്നാണോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി പറഞ്ഞേക്കാം. ഡീ പോവല്ലേ, ഞാനൊന്ന് പറഞ്ഞു മുഴുവനാക്കട്ടെ. എനിക്ക് ഓക്കെ ആണ്. സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം എന്ന് കരുതിയിരുന്നേ. ഇപ്പോ പഠിച്ച് ജോലിയൊക്കെ ആയില്ലേ, അതുകൊണ്ടൊന്ന് കെട്ടി നോക്കാലേ. എന്നാ ശരി, സന്ധ്യ ആവാറായി. വിളക്ക് വെക്കാനുള്ള ടൈം ആവാറായി. ഞാൻ പോവാ. ശരി, നാളെ കാണാം. അപ്പൊ ഞാൻ ആന്റിയോട് സമ്മതാന്ന് പറയേട്ടോ. മോളെ എന്തായി? ആന്റി, ചേച്ചി സമ്മതിച്ചു. ആണോ? അവളെ ഇഷ്ടത്താൽ തന്നെയല്ലേ? അതെ, അവരോട് വരാൻ പറ. ഇപ്പോഴേ സമാധാനായി. മറ്റന്നാൾ വരാൻ പറയാ. ഇവിടെ ആകെ അലങ്കോലായിക്കേ. ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. ആന്റി, എന്നാ ഞാൻ പോവാട്ടോ. വിളക്ക് വെക്കാൻ ടൈമായി. ആ ശരി മോളെ. ഈശ്വരാ, മക്കള് കളിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. വിളക്ക് വെക്കുന്നതിന്റെ മുന്നേ കളിച്ച് മേൽ കഴുകി കയറണമെന്ന്